Hey guys, so let's make some chicken bun pies. അതിനായിട്ട് നമുക്ക് 500 gram ബോൺലെസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ റിക്വയർഡ് ആയിട്ടുള്ള ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, സോൾട്ട് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കേർഡും പിന്നെ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺസ് കോൺഫ്ലവറും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവറോളം മാറിനേറ്റ് ആവാൻ വേണ്ടി വെക്കുക. പിന്നീട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് ഫ്രൈ ആവാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് വേറൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഹാഫ് ഒന്നും കൂടെ നമ്മൾ നല്ലോണം മൊരിയാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം അതെടുത്ത് മാറ്റുക പാനിൽ നിന്ന്. പിന്നെ കുറച്ച് ബട്ടർ, ഒരു ഫുൾ ഒനിയൻ ഇട്ടിട്ട് ചോപ്പ് ചെയ്തത് നല്ലോണം ബ്രൗൺ കളേർഡ് ആവുന്ന വരെ നല്ലോണം സോട്ട് ചെയ്യുക. അതിനുശേഷം ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. ടൊമാറ്റോ, ക്യാപ്സിക്കം ഒക്കെ ഓപ്ഷണലാണ്. പിന്നീട് നമ്മൾ ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫുൾ പൊട്ടാറ്റോ എയർ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നോർമലി ഫ്രൈ ചെയ്യണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ചിക്കൻ മിക്സ് തന്നെ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു പാക്കറ്റ് ബണ്ണാണ്. ഈ ബണ്ണുകൾ ഹാഫായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സ്പ്രെഡ് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു 8 ബൺ കിട്ടും. അതായത് 8 പേർക്ക് കഴിക്കാനുള്ള ബൺ പൈസായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ചിക്കൻ പൊട്ടാറ്റോ മിക്സ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചൊരു ഒതുങ്ങി നിൽക്കും. ബണ്ണുകൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഷീറ്റ് ചീസ് ഒരെണ്ണം 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ OTG ഒരു 180 ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സോളം വാമിൽ വെക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽ, അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഷീറ്റ് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വാമിലിട്ട ബണ്ണുകൾ എടുക്കുന്നു. അതിൻ്റെ അകത്തേക്ക് ഈ വൈറ്റ് സോസ് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് OTGയിൽ വെക്കുക. ആൻഡ് നൗ ഇറ്റ്സ് റെഡി.